ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ശ്രീ RV ബാബു ടെലിഫോണിൽ. ശ്രീ RV ബാബു, 2 ദിവസം മുമ്പ് ഇതേ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചാണ്. അങ്ങ് പറഞ്ഞത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട് നോക്കിയിട്ടല്ല തങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത്. ഇങ്ങനെ അതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും, ഇങ്ങനെ ഒരു ഇടപെടലിലൂടെയാണ് ജാമ്യം കിട്ടിയത് എന്ന ഒരു സാഹചര്യം വന്നാൽ അതൊരു തെറ്റായ കീഴ്വഴക്കമെന്നാണ്. ഇപ്പോൾ BJP നേരിട്ട് തന്നെ RSS അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വവുമായി ചർച്ച നടത്തുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ആ ഉണ്ടായ അകൽച്ചയെ പരിഹരിക്കാൻ BJPക്ക് ഇറങ്ങേണ്ടി വന്നു. അല്ല, BJPക്ക് അതിന്റെ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നുള്ള നിഗമനത്തിൽ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നടന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്ന ഒരു വ്യാഖ്യാനം മാത്രമാണ്. അതാണല്ലോ ശ്രീ RV ബാബു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം ഈ കന്യാസ്ത്രീകളുടെ ജാമ്യം. അതിൽ BJP നേതൃത്വം എങ്ങനെ സജീവമായി ഇടപെട്ടു, അതിനോട് അങ്ങയുടെയും സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ള BJPക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ TP സെൻകുമാർ അടക്കമുള്ളവരുടെയൊക്കെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ സ്ഫുരിക്കുന്ന നിലയിലായിരുന്നു പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ. അപ്പൊ അതിനെ പരിഹരിക്കാനല്ലാതെ മറ്റെന്ത് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ യോഗം? അത് സംഘടനാപരമായി ഞങ്ങൾക്ക് അങ്ങനെ എത്രയോ തവണ ഇരിക്കുന്നു. പരസ്പരം സമാനമായ പല വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഹിന്ദു ഐക്യവേദിയുമായിട്ടുള്ള ചർച്ച വരുമ്പോൾ ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങൾക്ക് BJPയെ ബോധ്യപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ BJPക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സമീപനം ഉണ്ടാവും. അത് BJP ആയിട്ട് മാത്രമല്ല, ചിലപ്പോൾ ആരെയാണോ ഞങ്ങൾ സർക്കാരിനെ കാണാറുണ്ട്, മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതുമാത്രമല്ല, ഇപ്പൊ ചില ആവശ്യങ്ങൾക്ക് ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ സകല MLA-മാരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അല്ല, ശ്രീ RV ബാബു, അങ്ങുമേ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണെന്ന് കരുതുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളെന്ന നിലയ്ക്ക് ഈ വിഷയങ്ങളൊന്നും അല്ല, അതിലൊന്നും അത്ര കാര്യമാത്ര പ്രസക്തമായ ചർച്ച ഉണ്ടായില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, വിഷയങ്ങൾ പലതും ചർച്ച ചെയ്യും. അതും ഇപ്പൊ നമുക്ക് പബ്ലിക് മീഡിയയോട് പങ്കുവെക്കേണ്ട അല്ലല്ലോ. ഇല്ല, ശരിയാണ്, അതൊരു സംഘടനയുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷേ ഇത്രയും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ BJPയുടെ ഇടപെടൽ അത് ഏത് നിലയിലാണ്? ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭാ വിശ്വാസം, അവരുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് നടക്കുന്നു, അത് തെറ്റാണ് എന്ന് സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നൊക്കെ സാഹചര്യത്തിലാണല്ലോ ഈ യോഗം. അപ്പോൾ ഇത് ചർച്ച ചെയ്യാതെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. ഇല്ല, അതിപ്പം മീഡിയ എന്നുള്ള നിലയ്ക്ക് പത്രങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല, പരാതിയുമില്ല. ഞങ്ങൾ പറയുന്നത് സംഘപരിവാർ സംഘടനകൾ ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഒരുമിച്ചിരിക്കാറുണ്ട്. ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ആശയങ്ങൾ പരസ്പരം കൈമാറാറുണ്ട്. ഇപ്പൊ ഈ മീറ്റിംഗ് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതങ്ങനെയല്ല. ഈ മീറ്റിംഗ് ഈ ഛത്തീസ്ഗഡിന്റെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന മീറ്റിംഗ് ഒന്നുമല്ല, അതിന് മുൻപേ നിശ്ചയിക്കപ്പെട്ട മീറ്റിംഗ് ആണ്. ആക്സിഡന്റലി ഛത്തീസ്ഗഡ് ഇതിനിടയ്ക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ പ്രശാന്ത് കൃഷ്ണ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പ്രശാന്ത് കൃഷ്ണന്റെ അങ്ങയോട് കാര്യങ്ങൾ ചോദിക്കും. ശ്രീ RV ബാബു, അതായത് ഈ ജാമ്യം കിട്ടിയതിന് ശേഷം മാരാർജി ഭവനിൽ കേക്ക് മുറി ചടങ്ങ് നടക്കുന്നു. അതിൽ ബിലീവേഴ്സ് ചർച്ചിന്റെയും സാൽവേഷൻ ആർമിയുടെയും ഒക്കെ ബിഷപ്പുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. അപ്പോൾ ഇത്തരം സഭകൾ മതപരിവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ അത്തരം വിമർശനം ഉന്നയിക്കുന്നവരാണ് ഹിന്ദു സംഘടനകൾ, അതുപോലെ തന്നെ RSSുമായി ബന്ധപ്പെട്ട സംഘടനകളും. അതിനോട് താങ്കൾക്ക് എന്താണ് നിലപാട്? ആ നിലപാടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലപാടുകൾ നേരത്തെ പറയുകയും ഹിന്ദു സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് മതമാറ്റത്തെ സംബന്ധിച്ചുള്ള നിലപാട്, ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള നിലപാട്, ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഛത്തീസ്ഗഡ് ഇഷ്യൂവിനെ സംബന്ധിച്ചുള്ളത്, അവിടെ നടന്ന കാര്യങ്ങളിൽ, അവിടുത്തെ കേസിൽ ഇടപെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനുമില്ല. ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘപരിവാർ സംഘടനകൾക്കകത്ത് അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ പുതുതായിട്ട് നടക്കുന്നതുമല്ല. അത്തരം ആശയവിനിമയങ്ങൾ നടക്കും. ഇനി വിമർശനാത്മകമായ രീതിയിലുള്ള ശബ്ദത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതും ആദ്യത്തെ സംഭവം. അല്ല, ഒരു കാര്യം ശ്രീ RV ബാബു, അങ്ങേക്ക് പെട്ടെന്ന് ഉത്തരം പറയാവുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം BJPയുടെ ഒരു അമിതാവേശം ഉണ്ടായി, അത് RSS നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളടക്കം BJPയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഇനി ആ അമിതാവേശം ഉണ്ടാകില്ല എന്ന് BJP നിലപാടെടുത്തോ? അത് അങ്ങ് ചർച്ചയിൽ പങ്കെടുത്ത ആളെന്ന നിലയ്ക്ക് അതങ്ങേക്ക് സൂചിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് കരുതുന്നു. ഇത് അമിതാവേശത്തിന്റെയോ അല്ലെങ്കിൽ അമിത ആഹ്ലാദത്തിന്റെയോ ഒന്നും ഒരു കാര്യമല്ല. ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം, കുറച്ച് ശ്രദ്ധ പുലർത്തണം എന്നെങ്കിലും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത്തരം വിഷയങ്ങളൊക്കെ അവരൊക്കെ എല്ലാവരും ഈ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും മുതിർന്ന കാര്യകർത്താക്കളും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരുമാണ്.
അവരെന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊന്നും ആർക്കും പരാതിയില്ല. ഈ സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവരെടുക്കുന്ന സമീപനവും നോൺ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെടുക്കുന്ന സമീപനവും തമ്മിൽ വ്യത്യസ്തമായ തരത്തിൽ ആവുന്നത് സ്വാഭാവികമാണ്. അപ്പോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം ഞങ്ങൾ സംസാരിക്കും, അത് പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹിന്ദു സമൂഹം, ഹിന്ദുക്കൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, OBC വിഭാഗങ്ങൾ, മുന്നോക്ക വിഭാഗങ്ങൾ, ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്താണ് അതിനകത്ത് പ്രയോറിറ്റി വേണ്ടത്, അത്തരം കാര്യങ്ങളിൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ഞങ്ങൾ ഇനിയും ചെയ്യും. അതാണ് ഇപ്പോ ഈ നടന്ന ചർച്ചകളിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ബാക്കിയൊക്കെ അതിനകത്ത് റൊട്ടീൻ വരുന്ന കാര്യങ്ങളാണ്. ശ്രീ ആർവി, ഇടയ്ക്കെല്ലാം തന്നെ ഈ BJPയും അതുപോലെ തന്നെ പരിവാർ സംഘടന നേതൃത്വവും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കൂടിക്കാഴ്ച നടത്താറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അതാത് സമയങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യാറില്ല. ഇത്തവണത്തെ കൂടിക്കാഴ്ചയിലും ഛത്തീസ്ഗഡ് ഒരു പ്രധാന വിഷയമല്ലേ, അപ്പൊ അത് പരാമർശിക്കാതെ പോയോ? അന്നെങ്കിൽ ഇതിപ്പോ നമുക്ക് ഛത്തീസ്ഗഡ് മാത്രമല്ലെന്നേ, കേരളത്തിലെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ചർച്ച ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനകത്ത് BJP പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരാളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന സ്വഭാവം സംഘപരിവാറിനില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ക്രൂശിക്കുന്ന ഒരു സമീപനമൊന്നും സംഘപരിവാറിനില്ല. അപ്പൊ അത് നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കാണുന്ന പോലെ കാണുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. നിങ്ങൾക്ക് ഒരു തമ്പ് റൂളുണ്ട്. ആ തമ്പ് റൂൾ വെച്ച് എല്ലാ പ്രസ്ഥാനങ്ങളും നിങ്ങൾക്കാണ്. നിങ്ങളുടെ തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ വിശദീകരണം തേടൽ, അതിന് കാരണം കാണിക്കൽ നോട്ടീസ്, ഈ വിഷയം BJP കൈകാര്യം ചെയ്തതിൽ താങ്കൾക്ക് അപ്പൊ തൃപ്തിയുണ്ടോ? ഇപ്പൊ ഇതിനകത്ത് തൃപ്തിയുടെ അതിർത്തിയുടെ പ്രശ്നമൊന്നുമില്ല. ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ വരുന്നു. ആ നിലപാടുകൾ ഓരോ സംഘടനയും ആ സംഘടനയുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എല്ലാ സംഘടനകളും ചെയ്യേണ്ടതാണ്. സംഘപരിവാറും അതനുസരിച്ച് ചെയ്യും. അതായത് ഈ ആശയ അല്ലെങ്കിൽ ഈ തമ്മിലുള്ള ഈ വിഷയത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ പല ഇതിലുള്ള അതൃപ്തികളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയോ? അതാണ് ഞാൻ പറഞ്ഞേ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൃപ്തിയാണ്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിദ്വേഷമുണ്ട്, എതിർപ്പുണ്ട് എന്നുള്ളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ സംഘടനകളും തമ്മിലും ഉണ്ടാവാറുണ്ട്. ആ ഒരേ അഭിപ്രായം തന്നെ വെച്ചു പുലർത്തണമെന്ന് സംഘപരിവാറിൽ ഒരു നിയമവുമില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഒരു സമന്വയത്തിലൂടെ പോകും. അതാണ് പൊതുവായിട്ടുള്ള രീതി. അത് ഇതിലും ഉണ്ടാകും. അത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരണം അറിയിച്ചതിന്.